ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മന്തിയുടെ റെസിപ്പിയാണ്. ഇതിന് മുന്നേ നമ്മളൊരു മന്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല കുറഞ്ഞ സമയം മതി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 7 വറ്റൽമുളക് അരമണിക്കൂറോളം ചൂടുവെള്ളത്തിൽ കുതിർത്തിയതാണ്. അതും 6 അല്ലി വെളുത്തുള്ളിയും 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടിയും ഉപ്പും കുറച്ച് ഓയിലും അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് വരഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമുക്ക് ഈ ഒരു മസാല പുരട്ടി കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് മസാല ഒന്ന് ബാക്കി വെക്കണം കേട്ടോ, അത് പിന്നീട് ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്കിത് ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ മന്തി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ കാർപ്പച്ചപ്പില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 2 മീഡിയം സൈസ് ഉള്ളിയാണ്, അത് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. 2 ക്യാപ്സിക്കം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതുകൊണ്ട് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചുള്ള മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മന്തിക്ക് ഒരു ഫ്ലേവറൊക്കെ വരും കേട്ടോ. ഇനി നമ്മൾ കഴുകി വെച്ചുള്ള മന്തിയുടെ അരിയും നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മസാല എല്ലായിടും എത്തുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് അരിയിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അരി 80% വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിക്കൻ ഇതേപോലെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് പച്ചമുളക് ഓരോന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. ഇനി നമ്മുടെ സെയിം മെത്തേഡ് തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കണലിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോഴേക്കും പുക വരും കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് തുറക്കുമ്പോഴേക്കും നല്ല മന്തിയുടെ സ്മെല്ലുണ്ടാവും. അടിപൊളി ടേസ്റ്റാണ്, വളരെയധികം സിമ്പിളാണ് ട്രൈ ചെയ്ത് നോക്കാൻ. ഇനി എന്താ കഴിക്കൽ തന്നെ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.